തനത് തൊഴിൽ മേഖലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പരമ്പരാഗത ഉൽപ്പന്നങ്ങൾക്ക് പുത്തൻ വിപണി കണ്ടെത്തുന്നതിനുമായി പായം ഗ്രാമപഞ്ചായത്തിൽ 1 മാസം നീണ്ടുനിൽക്കുന്ന പരമ്പരാഗത മുള ഉൽപ്പന്ന നിർമ്മാണ പരിശീലനത്തിന് തുടക്കമായി. നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ പഞ്ചായത്തിലെ കൈത്തൊഴിൽ വികസന പദ്ധതിയുടെ ഭാഗമായാണ് ഈ സവിശേഷ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു വരുന്നത്. ഒരു 7 ദിവസം കൊണ്ടാണ് ഇവരൊക്കെ ഇത് പഠിച്ചെടുത്തത്. ആദ്യമായിട്ടാണ് ഇവർ പറയുന്നത് മുള ആദ്യമായിട്ടാണ് തൊടുന്നത്, ആദ്യമായിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങുന്നത്. എന്ത് തോന്നുന്നു? നല്ല ശരിക്കും പറയുകയാണെങ്കിൽ ഇവരൊക്കെ ആഗ്രഹിച്ചു വന്ന ആളുകളാണ്. ഇങ്ങനെയൊരു സംരംഭം നമ്മുടെ പായം പഞ്ചായത്ത് സ്ത്രീകൾക്ക് വേണ്ടി തരുന്നുവെന്ന് തീരുമാനിച്ചത്. അതിൻ്റെ ഒരു മീറ്റിംഗെല്ലാം കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ഒരു മീറ്റിംഗെല്ലാം അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു, വിളിച്ച് ചേർത്തിട്ട്. അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത കുറേ 30 പേരാണ് ഇന്ന് ഇവിടെ ഈ പരിശീലനത്തിന് വേണ്ടി വന്നിട്ടുള്ളത്. എല്ലാവരും നല്ല ആവേശത്തിലാണ്, ഞാനടക്കം. പഠിച്ചെടുത്തു. ഞങ്ങൾ രണ്ടാമത്തെ ദിവസം തന്നെ ഓരോരുത്തരും നെയ്യാൻ തുടങ്ങി. എല്ലാവർക്കും നല്ല താല്പര്യമുണ്ട്. ചുരുക്കം പഞ്ചായത്തുകളിൽ പായം പഞ്ചായത്ത് എന്ന് പറയുമ്പം കുറച്ച് വെറൈറ്റീസ് ഉള്ള പഞ്ചായത്ത് തന്നെയാണ്. അപ്പം പിന്നെ കഴിഞ്ഞ ടൈമിലാണെങ്കിലും നല്ലൊരു വെറൈറ്റി നമ്മൾ കുറച്ച് മുള വെച്ച് പിടിപ്പിച്ചു. ഒരു 10 ഏക്കർ സ്ഥലത്ത് ഇപ്പം നമ്മൾ മുള ആദ്യം വെച്ച് പിടിപ്പിച്ചു. ഇവരുടെ നബാർഡിൻ്റെ സഹായത്തോടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് പിന്നെ നമ്മൾ വിചാരിച്ചു അത് വേറെ എന്തെങ്കിലും നമുക്ക് ഇവർക്കൊരു സംരംഭമായിട്ട്, വനിതകൾക്കൊരു സംരംഭമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ മുള വലുതാകുമ്പോൾ അത് തന്നെ മുറിച്ച് നമുക്കിവിടെ മെറ്റീരിയൽ തന്നെ ഇവിടെ കൊടുത്തുകൊണ്ട് ഈ സംരംഭം കുറച്ചുകൂടി ഇവർക്കൊരു ഗ്രൂപ്പ് സംരംഭമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമായിട്ടാണ്. അതെ. ഒരു 4 വർഷത്തിന് ശേഷം ഇപ്പോൾ ഒരു 90 സ്ത്രീകൾക്കാണ് പരിശീലനം. ഒരു 4 വർഷം കൊണ്ട് ഒരു 400 വനിതകളെ ഇത് പരിശീലിപ്പിച്ച് ഇവർക്കൊരു നല്ലൊരു സംരംഭമാക്കി കൊടുക്കണം. ഇവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന വിധത്തിലോട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും നമുക്ക് വേറെ അടുത്ത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഈ ബാമ്പു വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു പഞ്ചായത്ത് പായം പഞ്ചായത്തിലെ ഏറ്റവും അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും. കിളിയന്തറ സാംസ്കാരിക നിലയമാണ് 1 മാസം നീണ്ടു നിൽക്കുന്ന ഈ ജനകീയ പരിശീലന പരിപാടിക്ക് വേദിയാവുന്നത്. പരമ്പരാഗത രീതിയിലുള്ള മുള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ തദ്ദേശവാസികൾക്ക് വിദഗ്ധ പരിശീലനം നൽകി അവർക്കൊരു സ്ഥിര വരുമാനം ഉറപ്പാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. 7 ദിവസം കൊണ്ട് പഠിപ്പിച്ചത് എന്താണ് ഒരു അനുഭവം? എങ്ങനെയാണ് പഠിച്ചെടുക്കാൻ സാധിച്ചല്ലേ? അങ്ങനെ പല സ്ഥലങ്ങളിലും പോയിട്ട് ട്രെയിനിങ് പോയിട്ടുണ്ട്. ഈ 7 ദിവസം കൊണ്ട് പഠിപ്പിക്കുക എന്ന ചെറിയ കാര്യമല്ല. അതെങ്ങനെ പറ്റുന്നു? ഇത് നമ്മളെ കഴിവും പിന്നെ ഇവരുടെ കഴിവും അതിനുള്ളിൽ അവർക്കൊരു കഴിവുണ്ടെന്ന് മനസ്സിലായി. ചുരുക്കം പഞ്ചായത്തുകളിൽ മാത്രമാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്താറുള്ളത്. ഇങ്ങനെ ഈ ഗ്രാമപഞ്ചായത്ത് നടത്തുമ്പോൾ ഇത് പല ആളുകളുടെയും കഴിവ് പുറത്തെടുക്കാൻ സാധിച്ചു അല്ലേ? അങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വീട് വയനാട്. ഞാൻ വയനാട് ഇപ്പം ഇവിടെ എത്ര ദിവസമായി? ഇവിടെ വന്നിട്ട് 10 ദിവസം. ഇനിയും കുറേ ഇനി 10 ദിവസം കൂടിയില്ല. അതിനുള്ളിൽ സെറ്റപ്പ് ഇപ്പോൾ തന്നെ സെറ്റായി. മുള കൊണ്ടുള്ള വിവിധ തരം നിത്യോപയോഗ സാധനങ്ങൾ, കരകൗശല വസ്തുക്കൾ, വീട്ടലങ്കാര ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണമാണ് നടന്നുവരുന്നത്. പരമ്പരാഗത തൊഴിലുകളിലേക്ക് പുതിയ തലമുറയെ ആകർഷിക്കാനും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് ബദലായി പരിസ്ഥിതി സൗഹൃദപരമായ മുള ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഈ പരിശീലനം വലിയ രീതിയിൽ തുണയാകും. നമ്മളിപ്പോൾ അത് കിളിയന്തറ ആണ്. ഈ കിളിയന്തറ പരമ്പരാഗത മുള ഉൽപ്പന്ന നിർമ്മാണ പരിശീലന കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പരിശീലന പദ്ധതികൾ നടപ്പാക്കുന്നത് ഒന്ന് പായം ഗ്രാമപഞ്ചായത്തും ജീവൻ ജ്യോതി, അതുപോലെ തന്നെ കൽപ്പറ്റ, അങ്ങനെയുള്ള 2-3 സ്ഥാപനങ്ങളാണ് ഇതിൻ്റെ പരിശീലനം നടത്തുന്നത്. എന്തായാലും നബാർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് ഈ ഒരു പരിശീലനം നടക്കുന്നത്. എന്തായാലും ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ മുള കൊണ്ട് പല സാധനങ്ങളും ഉണ്ടാക്കുകയാണ്. അതും ചെറിയൊരു കാര്യമല്ല. അത് അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ ക്വാളിറ്റി അത്രയും ക്വാളിറ്റിയുടെ രീതിയിലാണ് ഇവർ അത് ഉണ്ടാക്കുന്നത്. ഇവിടെ നമുക്ക് ബേക്കിൽ കാണാൻ സാധിക്കും. ഇവരൊക്കെ അതിൻ്റെ ഒരു വർക്കിലാണ്, തിരക്കിലാണ്. അതായത് വീട്ടിലിരിക്കുന്നവരാണ്. അവരാണ് ഈ രീതിയിൽ അവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനാവശ്യമായ പദ്ധതികൾ ഈ പായം ഗ്രാമപഞ്ചായത്ത് പോലെയുള്ള പഞ്ചായത്തുകൾ കൊണ്ടുവരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പ്രായമുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഇത് മടയാനും ഒക്കെ ഇവിടെ ഉള്ളത്. നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാകും ഏത് രീതിയിലും അവരത് തയ്യാറാക്കുന്ന ഒരു രീതി. അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു എല്ലാ പഞ്ചായത്തുകളിലും ഇങ്ങനൊരു സമ്പ്രദായം കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. പായം പഞ്ചായത്ത് കൊണ്ടുപോകുന്നത് തന്നെ അത് ഏറ്റവും വലിയൊരു സംഭവമായിട്ട് കാണുന്നത്. ഇത് പണ്ടേ മടയലുണ്ടോ? പണിയുണ്ട് മേന, വീണ കാരണം കൈ വരുന്നില്ല. ആരോഗ്യത്തിലേക്ക് കുറവ്. പഞ്ചായത്തിന് പണി എടുക്കണമെന്നുണ്ട്, എടുക്കാൻ വഹിക്കണ്ടേ? അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ചെയ്യന്നെ. ഇത് ചെയ്യുമ്പോൾ ഒരു സുഖമാണ്. എന്തായാലും അതൊക്കെ പല ശാരീരിക പ്രശ്നങ്ങളും മറന്നാണ് അവരൊക്കെ ഇതൊക്കെ തയ്യാറാക്കുന്നത്.
അടുത്ത ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ അമ്മ ഉണ്ടാക്കുന്നത്. ഇവരൊക്കെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ തയ്യാറാക്കിയ സാധനങ്ങളാണ് ഇതൊക്കെ. ഇതിൻ്റെ ഒരു പ്രോസസ്സ് കാണണമെങ്കിൽ, ഇതിൻ്റെ വിഷ്വലൊക്കെ കാണണമെങ്കിൽ അത് പ്രത്യേക രസമാണ്. അത് ഇവർ തയ്യാറാക്കി ഒരു ചൂടുവെള്ളത്തിൽ ആ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അതിന് അതിൻ്റെ ഒരു ക്വാളിറ്റി, അത്രയും ക്വാളിറ്റിയോട് കൂടി ചെയ്യുന്ന ഒരു സാധനം കാണാനാണ് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് മാത്രമല്ല, ഇവിടെ പ്രായമുള്ളവർ മാത്രമല്ല, ചെറുപ്പക്കാരായിട്ടുള്ള യുവതികളും ഇവിടെ ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് പണ്ടേ ചെയ്യാറുണ്ടോ? ഇല്ല ചെയ്യാറില്ല, ഇപ്പാണ് തുടങ്ങിയത്. ഇവിടെ വന്നിട്ട് സാറ് പറഞ്ഞു 2-3 ദിവസമാണ് പഠിച്ചത്. ഇവിടെ നിന്ന് ഇപ്പം പഠിച്ചതേ ഉള്ളൂ, ഒരാഴ്ച കൊണ്ട് പഠിച്ചു തീർന്നു. വലിയ സംഭവമായത്, നല്ല രസമാക്കാൻ. ഇവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ വന്ന് 10-15 ദിവസത്തോളം ഇവിടെ നിന്ന് അത് പഠിച്ചെടുത്തു. ഇപ്പം നോക്കൂ, അവർ ആക്കുന്ന രീതി പ്രൊഫഷണൽ രീതിയായിട്ടാണ് ആക്കുന്നത്, നമുക്ക് കണ്ടാൽ മനസ്സിലാകും. അതുപോലെ തന്നെ അങ്ങനെ ഓരോ ആൾക്കാരും ചെയ്യുന്ന രീതികൾ, ഓരോ സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. അവരൊക്കെ ഇവിടെ വന്ന് പഠിച്ചതാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവർ ഇവിടെ വന്ന് പഠിച്ചതാണോ? വന്നിട്ട് പഠിച്ചതാ. ഇല്ല, അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് ആദ്യമേ ചെയ്തത്. നല്ലൊരു സംഭവമായിട്ട് മാറി. കഴിവ് കിട്ടിയില്ലേ? അതെ, ഓട ഇവിടെ വന്നതിന് ശേഷം കൈകൊണ്ട് തൊട്ടെ. ഞങ്ങൾ മാങ്ങ പറിക്കാൻ തോട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ്. നല്ലൊരു അനുഭവം. ഞാനും അതെ, ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇവിടെ വന്ന് 15 ദിവസത്തോളം ഇവിടുത്തെ പരിശീലനം കഴിഞ്ഞ് അതിനുശേഷമാണ് ഇത്രയും രീതിയിൽ പഠിപ്പിച്ചത്. ഇവിടുത്തെ സാറാണ് പഠിപ്പിച്ചതെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇതിൻ്റെ ക്വാളിറ്റി നോക്കൂ. ഇത്രയും കഴിവുള്ള ആൾക്കാർ ഈ നാട്ടിലുണ്ടെന്ന് ഇങ്ങനെയുള്ള പരിശീലനങ്ങൾ വെക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ കഴിവുകളെ പുറത്തെടുപ്പിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വികസനത്തോടൊപ്പം ഇങ്ങനെയുള്ള ആളുകളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും എല്ലാം കഴിവ് പുറത്തെടുപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഏറ്റവും വലിയൊരു പരിപാടിയായിട്ടാണ് കാണുന്നത്. ആ പ്രായം ഗ്രാമപഞ്ചായത്തിന് അത് ഏറ്റവും വലിയൊരു പരിപാടിയായിട്ടാണ്. എത്ര വികസനങ്ങൾ നടത്തിയാലും അതിന് പുറമെ ഇവരെ ഒരു കഴിവ് പുറത്തെടുപ്പിക്കാൻ പായം ഗ്രാമപഞ്ചായത്ത് പോലെ പഞ്ചായത്ത് സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജനറ്റ്.